അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചതമ്പുരാൻ സൃഷ്ടാവായ അല്ലാഹു എന്താണോ മനുഷ്യലോകത്തോട് സംവദിക്കാനും അവരോട് സംസാരിക്കാനും തീരുമാനിച്ചത്, ആ വിവരം മാലാഖമാർ മുഖേന മാത്രമേ അല്ലാഹു മനുഷ്യരിലേക്ക്, മാലാഖമാർ പ്രവാചകന്മാരിലേക്ക്, പ്രവാചകന്മാർ മനുഷ്യരിലേക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്മാർക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു, പ്രവാചകന്മാർ അത് ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വന്ന 1,24,000 പ്രവാചകരിൽ അന്തിമ പ്രവാചകരാണ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസിന്റെ ഒരു വാർഷികമാണ്, 10ാം വാർഷികമാണ് നമ്മൾ ഇവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വലാത്ത് എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ നബിയും നിന്റെ റസൂലും നിന്റെ അബ്ദും നിന്റെ ദാസരുമായ ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവേ നിന്റെ കരുണയും രക്ഷയും നീ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് ഒരു വിശ്വാസി അല്ലാഹുവിനോട് ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയോ നമ്മൾ തങ്ങളോട് കാണിക്കുന്ന ശുക്ർ, അവിടത്തോട് കാണിക്കുന്ന നന്ദിയാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നതിന്, ഈമാൻ നമുക്ക് ലഭിച്ചതിന്, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കി തന്നതിന്, വിശുദ്ധ ഖുർആൻ എന്ന സർവമാന ജ്ഞാനീയങ്ങളുടെയും വിശ്വവിജ്ഞാന കോശങ്ങളുടെയും എല്ലാം അപ്പുറത്ത് മനുഷ്യനൊരിക്കലും വായിച്ചോ പഠിച്ചോ തീർക്കാൻ കഴിയാത്ത ആഴമേറിയ അറിവുകളുടെ ഒരു മഹാലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന്, ഇതിനൊക്കെ അല്ലാഹുവിനോട് നമുക്ക് നന്ദി പറയണം. അത് നമ്മുടെ ഹബീബിനോട് കരുണ ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മളും പുണ്യനിബിതങ്ങളും തമ്മിൽ ഒരു ആത്മീയ ബന്ധം അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. ആ ആത്മീയ ബന്ധമാണ് നമ്മളും റസൂലും തമ്മിൽ കിട്ടുന്ന, നമ്മുടെ റൂഹമായി നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിച്ചവർക്ക് പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകാശമുള്ളവർക്ക് പുണ്യനബിയെ ഉൾക്കൊള്ളാൻ കഴിയും. തങ്ങളുടെ കാലത്ത് ജീവിച്ച അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. വല്ല ഫലം ഉണ്ടായോ? അവർക്ക് എന്ത് സംഭവിച്ചു? ബദറിൽ കൊല്ലപ്പെട്ടു പോയി അവര് പുണ്യനബി തങ്ങളെ ഒരുപാട് എതിർത്തു, ഹബീബിനെ ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, ശാരീരികമായും മാനസികമായും. അവര് മക്കക്കാരല്ലേ, നബിയെ കണ്ടിട്ടില്ലേ? പ്രവാചകരെ കണ്ടിട്ട് വല്ല ഫലം ഉണ്ടായോ? അവർക്ക് ഫലമുണ്ടായില്ല. എന്തേ? ഈ പുണ്യ നബിയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രകാശം അവർക്ക് ലഭിക്കാതെ പോയി. എന്നാൽ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, പാവങ്ങളായ സ്വഹാബിമാർ, മഹദിയായ സുമയ്യ ബിൻത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമ. ഇങ്ങനെ നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ പാവങ്ങളിൽ പാവങ്ങളായ അന്നത്തെ ഖുറൈശി പ്രമാണിമാർ 5 പൈസയുടെ വില പോലും കൊടുത്തിട്ടില്ലാതിരുന്ന പാവങ്ങൾ, അവരെ പുണ്യനബിയെ തിരിച്ചറിഞ്ഞു. അവർക്ക് ആ പ്രകാശം ലഭിച്ചു. ആ പ്രകാശം കൊണ്ടവർ ലോകത്തിന് വെളിച്ചം നൽകി. ആ വെളിച്ചത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തെളി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശം അവർക്ക് ലഭിക്കാൻ കാരണം പുണ്യനബിയെ അവർ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യങ്ങളിൽ രണ്ടാമത്തെ ദൗത്യം പുണ്യനബിയെ ബോധിക്കലാണ്. ഒന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്, അത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കലും കൂടെയാണ്. 2 പുണ്യനിബിതങ്ങളെ മനസ്സിലാക്കലാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ബോധിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലും തൗഹീദിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും ഇസ്മുകളിലും നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മഹലായ ഫദല് കൊണ്ട് ഒരുപക്ഷേ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർ സ്വർഗ്ഗത്തിൽ എത്തിയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അല്ലാഹു സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളോട്, നമ്മുടെ
യുവജനങ്ങളോട്, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥിനികളോട് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണം. പുണ്യനിബിതങ്ങളുടെ ബയോഗ്രഫി, അവിടുത്തെ ലൈഫ് അച്ചീവ്മെന്റ്സ്, ഹബീബായ നിബിതങ്ങൾ ആരായിരുന്നു, പുണ്യനിബിതങ്ങളെ കുറിച്ചുള്ള വളരെ ഗഹനമായ പഠനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവണം. അപ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്, മെഡിസിനും എഞ്ചിനീയറിംഗിനും ബിസിനസ്സിനും ഒക്കെ നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പൈലറ്റുമാരാകുന്നുണ്ട്. വലിയ വലിയ പ്രൊഫഷണൽസ് നമ്മുടെ മക്കളിൽ സയന്റിസ്റ്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം ആ പഠനത്തിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും സൃഷ്ടാവായ പടച്ചതമ്പുരാനെ പാടി പുകഴ്ത്താനും അനുസരിക്കാനും ആരാധന ചെയ്യാനുമുള്ള നമ്മോട് പടച്ചവനേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനു കൂടെ നമ്മുടെ മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിച്ച ഒരു വലിയ ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. ഹബീബിന്റെ ഉമ്മത്താണ് നമ്മൾ. അറഫാ ദിനം, വിശുദ്ധ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിനം, ദുൽഹിജ്ജ 9, പുണ്യനബി തങ്ങൾ അറഫയിൽ 1,23,000 സ്വഹാബികളെ അവിടുന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അവിടുന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. മനുഷ്യരുടെ പവിത്രതയാണ് വിശുദ്ധ ഇസ്ലാം ഉയർത്തിക്കാണിച്ചത്. 23 വർഷക്കാലം മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്തൊരു കാലം. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന 6th സെഞ്ചുറി, ചരിത്രത്തിൽ തന്നെ ഒരു ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞ ഒരു കാലഘട്ടത്തെ ഗോൾഡൻ ഏജായി ട്രാൻസ്ഫോം ചെയ്ത പുണ്യനിബിതങ്ങളുടെ പരിശ്രമങ്ങളുടെ അവസാന ഭാഗം. അവിടുന്ന് ലോകത്തോട് വിട പറയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്ത് വെച്ച് ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് എല്ലാം പരസ്പരം പവിത്രമാണ്. ഒരാൾക്ക് മറ്റൊരാളിൻ്റേത് അയാളുടെ പൊരുത്തമില്ലാതെ എടുക്കലോ അതിൽ കൈകടത്തലോ ഹറാമാണ്. കഹുർമതി യൗമികും ഹാദാ. ഈ പെരുന്നാൾ ദിവസത്തിന്റെ പവിത്രത പോലെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രത പോലെ, അറഫ നാളിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, അല്ലാഹു പവിത്രമാണെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധമായ മക്കയുടെ ഹറമിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, മക്ക എന്ന നാടിന്റെ പവിത്രത പോലെ, ദിവസത്തിന്റെ പവിത്രത പോലെ, മാസം ദുൽഹിജ്ജയാണ് അതിന്റെ പവിത്രത പോലെ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭിമാനം, നിങ്ങളുടെ സ്വത്വവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നശിപ്പിക്കുവാനോ ഒരാളുടെ അഭിമാനത്തിന് പോറലേൽക്കുന്ന വിധം ഒരു വാഗ്പ്രയോഗം നടത്താൻ പോലുമോ അല്ലാഹു നിങ്ങളാർക്കും അധികാരം തന്നിട്ടില്ല, അവകാശം തന്നിട്ടില്ല. നിങ്ങളുടെ സമ്പത്തിൽ ഒന്നുപോലും അന്യായമായി കൈകടത്താനോ എടുക്കാനോ ഒരാൾക്കും അല്ലാഹു അധികാരമോ അവകാശമോ നൽകിയിട്ടില്ല. എല്ലാം പവിത്രമാണ്. മനുഷ്യനെ പവിത്രനായി പ്രഖ്യാപിച്ചു പുണ്യനബി. അവിടുന്ന് പറഞ്ഞു, കുല്ലുകും മിൻ ആദം. മനുഷ്യർ, ചില ആളുകൾ ചിലരെക്കാൾ മീതയാണ് എന്ന് വിചാരിച്ചിരുന്ന കാലമായിരുന്നു അത്. ഖുറൈശികൾ തമീമികളെക്കാൾ മീതയാണ്.
ഷാമികൾ ഹലബികളെക്കാൾ മീതയാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലത്ത് ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബി ഭാഷ സംസാരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളെക്കാൾ അറബിക്ക് പവിത്രതയുണ്ടെന്ന് ചിന്തിക്കരുത്. വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ, സ്ഫുടമായി ഫ്രഞ്ചോ ജർമ്മനോ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ സംസാരിക്കുന്നത് കൊണ്ട് അറബി താഴെയാണെന്ന് വിചാരിക്കണ്ട. എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ ഒരുപോലെയാണ്. നിങ്ങളിൽ ഒരാളെ മറ്റാളെക്കാളും വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി എത്രയുണ്ടോ അത് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പവിത്രത ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ തൊലി നിറം അവിടെ പ്രശ്നമല്ല. നിങ്ങളുടെ പാസ്പോർട്ടോ നാഷണാലിറ്റിയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ എത്നിസിറ്റിയോ കുടുംബമോ തറവാടോ നാടോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ ഹൃദയവിശുദ്ധിയുള്ളത്, ആരാണോ ജീവിതത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നത്, ആരാണോ തഖ്വ എന്ന പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധ്യമെന്നോ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള ഭയപ്പാടെന്നോ പറയുന്ന ആ തഖ്വ എന്ന സ്വത്വം ആർക്കുണ്ടോ അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ ആളുകൾ. എന്നിട്ട് പറഞ്ഞു കുല്ലുകും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദം നബിയുടെ മക്കളാണ്, ഹവ്വാ ബീവി എന്ന ഉമ്മയുടെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നാണ് അല്ലാഹു ആദം നബിയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാം മണ്ണിൽ നിന്ന് ജനിച്ചവർ, മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവർ. അതുകൊണ്ട് മണ്ണിനോളം നിങ്ങൾ വിനയവും താഴ്മയും കാണിക്കണേ എന്ന് അറഫാ കുന്നിന്റെ മുകളിൽ ജബലുർ റഹ്മയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന കാലഘട്ടം വലിയൊരു സമൂഹം, ഒരുപക്ഷെ അറബ് ലോകം, അറബ് ചരിത്രത്തിൽ അറേബ്യയിൽ അത്രമേൽ ഒരു ഒത്തുകൂടൽ അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഗാദറിംഗിലാണ് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സ്വഹാബികളെ സാക്ഷിയാക്കി വിഷയങ്ങളൊക്കെ പറയുന്നത്. കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. അതുകൊണ്ട് മനുഷ്യന്റെ അഭിമാനം നിങ്ങൾ ആരും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ കമന്റ് കൊണ്ടോ നിങ്ങൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പദപ്രയോഗങ്ങൾ ചെയ്യരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تقف ما ليس لك به علم. നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കരുതേ. നമുക്കറിയാത്ത വിഷയങ്ങളെ എവിടെന്നോ കേട്ടത്, ആരാ പറഞ്ഞത്, എന്താണ് അതിന്റെ സോഴ്സുകള്, ഇതൊന്നും അറിയാതെ ആരോ അങ്ങനെ കേട്ടു, അങ്ങനെ പറയുന്നു, അങ്ങനെ ആണുപോൽ, ഇതൊന്നും പറയാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്തുകൊണ്ട്? ഇന്ന സമഅ, തീർച്ചയായും നിങ്ങളുടെ കേൾവി, വൽ ബസറ, നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവരാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മലക്കുകളോട് അല്ലാഹു പറയും, മനുഷ്യരെ മുഴുവനും അവിടെ നിർത്തേണമേ, ഞാൻ അവരോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ടതും കേട്ടതും ചിന്തിച്ചത് എന്ന് പറയുമ്പോഴേ ആയത്തിനൊരു വ്യാഖ്യാനം കൂടെയുണ്ട്. നമ്മൾ അറിയാതെ മനസ്സിലേക്ക് വന്നുപോകുന്ന ചിന്തകളെ കുറിച്ചല്ല ആ പറയുന്നത്. കരുതിക്കൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ അല്ലാഹു അനുവദിച്ചിട്ടില്ല. ആ അനുവദിച്ചിട്ടില്ലാത്ത ഒരു തിന്മയെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുവരെ നാളെ അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഒരു ജനാസ കടന്നു പോകുന്നു ഹബീബിന്റെ മുമ്പിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ ഒരു ജൂതന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികളൊക്കെ തങ്ങളോട് തങ്ങൾ എണീറ്റ് നിൽക്കുമ്പോ പറഞ്ഞു, തങ്ങളോട് നബിയെ, അതൊരു ജൂതന്റെ ജനാസയാ നബിയെ, ഒരു മുസ്ലിമിന്റേതല്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ മറുപടി വലാകിന്നഹാ നഫ്സുൻ മൻഫൂസ, അല്ലാഹു റൂഹൂദിയ ഒരു ശരീരമല്ലയോ അത്. അതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. പടച്ചതമ്പുരാൻ റൂഹൂദി കൊടുത്ത ഒരു ശരീരമല്ലയോ ആ ജനാസ, ആയിരുന്നില്ലയോ, മരിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണത്. മനുഷ്യനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ അർഹതപ്പെട്ടത് മുഴുവൻ, മനുഷ്യന്റെ സ്വത്വവും അഭിമാനവും ഇസ്സത്തും ഇഫ്ഫത്തും മനുഷ്യന്റെ ഇർളും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇന്റെ അന്ത്യപ്രഭാഷണത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്ന് നിങ്ങളൊന്ന് ഇതിനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. The farewell speech, the farewell sermon of Prophet Muhammad sallallahu alaihi wasallam. പുണ്യനബി തങ്ങളുടെ അന്ത്യപ്രഭാഷണം എന്തായിരുന്നു, അവിടുത്തെ ഫെയർവെൽ സ്പീച്ച് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒതന്റിക് രേഖകളിലൂടെ അത് വായിച്ചെടുക്കാൻ കഴിയും. വളരെ മനോഹരമാണ്. അത് ലോകത്തോടുള്ള അവിടുത്തെ അവസാനത്തെ യാത്ര ചോദിക്കലായിരുന്നു. അവിടുന്ന് ലോകത്തോട് ഉണർത്തുകയായിരുന്നു, ഞാൻ പോവുകയാണ്. നിങ്ങൾ മനുഷ്യരായി ഒരുമയോടെ സ്നേഹിച്ചും നിങ്ങൾ കൊണ്ടും കൊടുത്തും സ്നേഹം നൽകിയും ഒരുമയോടുകൂടെ ജീവിച്ചു പോകേണ്ടവരാണ്. ഹബീബിന്റെ അയൽവാസി ജൂതനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അയൽവാസി, ഹബീബിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായിരുന്നു. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കഥ പറയുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് ആടുമാംസം ലഭിച്ചപ്പോഴേ ഞാനത് വിതരണം ചെയ്യാൻ നിൽക്കുമ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ എന്ത് ചെയ്തു? പറഞ്ഞു, നബിയെ, ഞാൻ കൊടുത്തു തുടങ്ങുന്നേ ഉള്ളൂ. ആർക്ക് കൊടുത്തു തുടങ്ങണം? അവിടുന്ന് മറുപടി പറഞ്ഞത് ഹദീസുൽ ഇബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന് കൊടുത്തു തുടങ്ങിക്കോളൂ. അങ്ങനെ പരിസരങ്ങളിലേക്കൊക്കെ 40 വീടുകൾക്ക് നിങ്ങൾ നൽകിക്കോളൂ ആയിഷ എന്ന് ബീവിയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്നേഹം പുണ്യനബി തങ്ങളുടെ അയൽക്കാരൻ ലഭിച്ചു. അയാളുടെ മകൻ മരിക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ അരികത്തേക്ക് ചെന്നത്. തങ്ങൾക്ക് മനസ്സിലായി ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. പക്ഷെ വാപ്പ ജൂതനായിരുന്നു, മകനും ജൂതനാണ്. പുണ്യനബി തങ്ങൾ അവസാന നേരം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് ലോകത്തോട് യാത്ര ചോദിക്കുന്ന നേരമാണ്. ഇനിയൊരു അവസരം ഈ ചെറുപ്പക്കാരൻ ലഭിക്കുകയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന അവസാനത്തെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, മോനെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മോനെ നീ ഉച്ചരിച്ചേക്കണം. മകൻ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമായ പുണ്യനബി എന്താണോ മോനെ അങ്ങ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മോനങ്ങ് ചെയ്തേക്ക് എന്ന് പിതാവിന്റെ സമ്മതവും കൂടെ കിട്ടിയപ്പോ ആ പൊന്നുമോൻ ഉച്ചരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വചനം ചൊല്ലിയത് പരമാർത്ഥം. ഹബീബായ നബി തങ്ങൾ വീടിന്ന് പുറത്തിറങ്ങി ഏതാനും ചുവടുകൾ വെച്ച് നടന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് യാത്ര ചോദിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാഹു ബീ. പിതാവിന്റെ മതം ജൂതമതമാണ്. എന്നാൽ പുണ്യ റസൂൽ തന്റെ മകന് വേണ്ടി വല്ലതും നിർദ്ദേശിക്കുമ്പോ അത് തള്ളിക്കളയാൻ മാത്രമുള്ള ധിക്കാരം ആ പിതാവിനുണ്ടായില്ല. പിതാവ് മകനോട് പറയുന്നത്, മകനെ, ഇത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബിയാണ്, നീ അംഗീകരിച്ചോളൂ, പറഞ്ഞതുപോലെ ചെയ്തോളൂ. നമുക്കറിയില്ല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആ പിതാവിന് ഹിദായത്തിന് അവസരമുണ്ടായി കാണുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ തന്റെ മകനോട് അബുൽ ഖാസിം പറയുന്നത് അംഗീകരിച്ചോളൂ മോനെ, സമ്മതിക്കണം, നീ ചൊല്ലിക്കോളൂ എന്ന് ഒരു പേടിയുമില്ലാതെ തന്റെ മകനോടത് ഉച്ചരിക്കാൻ പറഞ്ഞ ഒരു പിതാവ് ഹബീബിന്റെ അയൽവാസിയായി ജീവിച്ചിരുന്നൊരു ജൂതനായിരുന്നു. നാം ആലോചിച്ച് നോക്കണം. അത്രമേൽ വലിയൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്,
സമാധാനത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മാനവ തലത്തിലേക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ പുണ്യനബിക്ക് സാധിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തനിയായികൾ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടന്നവർ. പുണ്യനബി മദീനത്തേക്ക് വന്നപ്പോ, മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാം, ചരിത്രം അങ്ങനെയായിരുന്നു. അവിടുന്ന് 500 കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരോട് ആദ്യമായി അഭിസംബോധനം ചെയ്യുന്ന വാക്കുകളിൽ അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണമേ, ഭക്ഷണം നൽകണമേ, അന്നദാനം ചെയ്യണമേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കണമേ, ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഉപ്പയുടെയും ഉമ്മയുടെയും വഴിക്കുള്ള സർവ്വബന്ധങ്ങളും, അമ്മാവന്മാരും എളാപ്പ മൂത്താപ്പന്മാര്, നിങ്ങളുടെ വല്ലിപ്പമാര് വല്യമ്മമാര് അമ്മായിമാര്, നിങ്ങളുടെ സഹോദരിമാര്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കള്, നിങ്ങളെല്ലാം ചോരബന്ധങ്ങളാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സ്നേഹം കൊണ്ട് ഊട്ടിയുറപ്പിക്കണമേ. എന്നിട്ട് പറഞ്ഞു സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന നേരം, പ്രഭാതത്തോടടുക്കുന്ന നേരം, സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരൽപ്പനേരം മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കണമേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും. ആദ്യത്തെ സാരോപദേശമാണിത്. അഫ്ശുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ. സമാധാനം നേരണം. നിങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോഴേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, കരുണാവാരിധിയായ റബ്ബിന്റെ കരുണയും അല്ലാഹുവിന്റെ രക്ഷയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മദീനയിലാകെ സലാം പ്രചരിപ്പിക്കണമേ, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഉഇമുത്തുആം, ഭക്ഷണം നൽകണമേ. ഇവിടെ അന്നദാനമുണ്ട്. നമ്മുടെ ഏത് പരിപാടികളുടെയും ഒരു പ്രത്യേകത അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ ഒരു ഭാഗം കൂടിയാണത്, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക. എന്തേ? പുണ്യനബി മദീനത്ത് വന്ന് ആദ്യം പറഞ്ഞ ഹദീസിൽ തങ്ങൾ പറഞ്ഞ നിർദ്ദേശമാണ് ഭക്ഷണം കൊടുക്കണം. അത് പറ്റുന്നവർ ചെയ്യട്ടെ. അന്നദാനം, നമ്മൾ റബീഉൽ അവ്വൽ ആണെങ്കിലും അന്നദാനമുണ്ട്, ബദരീങ്ങളുടെ ആണ്ടാണെങ്കിൽ അന്നദാനം, നമ്മുടെ പള്ളിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ അന്നദാനം, ഒരു വാർഷിക പരിപാടിയാണെങ്കിൽ അന്നദാനം. എന്തിന്? അത് അല്ലാഹുവിന് എത്രമേൽ ഇഷ്ടമാണ്. സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വഴിയാണത്. നിങ്ങൾ കഴിക്കുന്നവർ മാത്രമല്ല, കഴിപ്പിക്കേണ്ടവരായി മാറുകയും ചെയ്യണം. അതാണ് അതിന്റെ ഒരു മറുവശം. ഇന്നൊരു പക്ഷേ നമ്മൾ ഈ പരിപാടിയുടെ അതിഥികളാണ്. നാളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു 5 പേർക്ക്, ഒരു മാസത്തിലൊരിക്കൽ, ഒരു വർഷത്തിലൊരിക്കൽ, ഒരു 5 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് നിങ്ങൾ അന്നം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ നമ്മുടെ ദീൻ, വിശുദ്ധ ഇസ്ലാം. അതിന് കൂലി കിട്ടും. അപ്പോൾ സ്വഹാബി ചോദിച്ചു, നബിയെ, ജന്തുജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർക്കൊക്കെ തിന്നാൻ കൊടുത്താൽ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി ജീവനുള്ള കരളുള്ള ഏതെല്ലാം ജന്തുക്കൾക്ക്, ജീവികൾക്ക്, ജീവനുള്ളവകൾക്ക് നിങ്ങൾ നൽകിയാലും നിങ്ങൾക്ക് അല്ലാഹു അതിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിസാരികയായിരുന്ന, വ്യഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് തന്റെ ഷൂ കയറുകൊണ്ട് കെട്ടിയിട്ട് കിണറ്റിലേക്ക് താഴ്ത്തി ആ ഷൂവിൽ വെള്ളം നിറച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു അവൾക്ക് മാപ്പ് കൊടുത്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെരുവിൽ കഴിയുന്ന സ്റ്റാൻഡേർഡ് പെറ്റ്സുകൾ ഉണ്ടാകും, ജന്തുക്കൾ ഉണ്ടാകും, പക്ഷികളുണ്ടാകും, ജീവജാലങ്ങൾ. അവകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരിറ്റ് വെള്ളമോ ഒരു റൊട്ടി കഷ്ണമോ ഒരൽപ്പം ചോറോ വറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ പോലും
അതിനുപോലും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആടിന്റെ ഉടമയായ ഒരു മനുഷ്യൻ, നബിയേ എന്റെ ആടിനെ എനിക്ക് അറുക്കാൻ വേദനയാണ്, ഇന്നി അർഹമുശ്ശാത അൻ അദ്ബഹഹാ, നബിയേ എനിക്ക് ആടുകളുണ്ട്, പക്ഷേ ആടിനെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് എന്തോ അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്, എന്റെ മനസ്സ് പടക്കുന്നു നബിയേ, എനിക്ക് അറവ് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഇൻ തർഹംഹാ യർഹമുകല്ലാഹ്, ആടിനോട് നിങ്ങൾ കരുണ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, അറുക്കേണ്ടതില്ല. നിങ്ങൾ ആ ആടിനോട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ അതിന് പകരം അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തുജാലങ്ങളോട് ഒരു ഒട്ടകത്തെയോ മറ്റോ അറുത്തിട്ട് അറിവ് പകുതിയായിരിക്കെ കത്തി മൂർച്ച കൂട്ടാൻ പോയ ഒരാളോട് തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയി, നിങ്ങൾ ആ മൃഗത്തെ 2 തവണ കൊല്ലുകയാണോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് അതിന് അറിവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടി ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലേ ചെയ്യാൻ പാടുള്ളൂ. മിണ്ടാ പ്രാണികളോട് ഇങ്ങനെ നിങ്ങൾ ക്രൂരത കാണിക്കുകയാണോ എന്ന് പോലും പുണ്യനബി ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാറ്റിലും മൃദുലതയും എല്ലാറ്റിലും നൈർമല്യവും കാണിക്കേണ്ടവരാണ്. നിങ്ങൾ അങ്ങനെ ഒരു ബുച്ചറി ചെയ്യുന്ന ആളാണെങ്കിൽ, ഒരു ബുച്ചറാണെങ്കിൽ, നിങ്ങൾ അറുക്കുന്ന അറവ് മൃഗത്തോട് പോലും അതിന് വേദന തോന്നാത്ത വിധം പെട്ടെന്ന് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കണമെന്നും അതിന് നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. അത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച മാംസമാണെങ്കിൽ പോലും ആ ജീവിയോട് കരുണ കാണിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവിന്റെ കുഞ്ഞുങ്ങളെ, പ്രാവിന്റെ 2 കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന സ്വഹാബിമാരെയാണ് മാർച്ച് ചെയ്ത് കടന്നു പോകുന്ന ഹബീബിന്റെ യാത്രാ സംഘത്തെ പുണ്യനബി തങ്ങൾ തടഞ്ഞു നിർത്തിയത്. അവിടുന്ന് പറഞ്ഞു, ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ, പുണ്യനബി തങ്ങളുടെ മുമ്പിലേക്കാണ് ഒരു പ്രാവ് ഓടി വന്ന് പറന്നു വന്ന് തങ്ങളോട് പരാതി പറഞ്ഞത്. തന്റെ 2 കുഞ്ഞുങ്ങളെ അങ്ങയുടെ അനുയായികൾ എന്റെ കൂട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. പുണ്യനബി ചോദിച്ചല്ലോ, ആരാണ്? മൻ ഫജഅ ഹാദിഹി ബിഫർഖൈഹാ, 100 കണക്കിന് ആളുകൾ പോകുന്ന സൈന്യം നിങ്ങൾ സങ്കല്പിക്കുക. മരുഭൂമിയിലൂടെ മലകൾക്കിടകളിലൂടെ കടന്നു പോകുന്ന സൈന്യത്തെ അവിടെ നിർത്തിയിട്ടാണ് ഹബീബിന്റെ ആഹ്വാനം, നിൽക്കണേ. 2 മനുഷ്യ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, 2 പ്രാവിന്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന മഹത്വം എത്രയാണ്? 2 പ്രാവിന്റെ കുഞ്ഞുങ്ങളെ ആരാണ് വേദനിപ്പിച്ചത്? ഈ പ്രാവിനോട് പരാതി പറയുന്നു എന്ന്, ഇതിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്ന് അവിടുത്തെ അനുയായികളോട് ആഹ്വാനം ചെയ്ത കമാൻഡറാണ് ലോകത്തിന്റെ ഗുരു, നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഹബീബിന്റെ ജീവിതം ഇങ്ങനെയാണ്. അവിടുന്ന് പഠിപ്പിച്ച കരുണയാണിത്. ആ കരുണയിൽ നിന്നാണ് സ്വഹാബിമാർ പഠിച്ചത്. അവിടെ നിന്നാണ് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെയാണ് യസീദ് ഇബ്നുൽ മുഹല്ലബ് മുതലാളിയാണ്, പ്രമാണിയാണ്. അദ്ദേഹം ഹജ്ജിന് വന്നിരിക്കുന്നു. ഹജ്ജിന് വന്നപ്പോ ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ തലമുണ്ഡനം ചെയ്യുന്ന സുന്നത്തെടുക്കുമ്പോ, തലമുണ്ഡനം ചെയ്ത് തഹല്ലുലാകുമ്പോ തല മുടി മുറിച്ചാൽ മതി. മുണ്ഡനം ചെയ്യുന്നത് ഏറ്റവും പ്രതിഫലമുള്ള കർമ്മമാണ്. അങ്ങനെ മഹാനായ യസീദ് ഇബ്നുൽ മുഹല്ലബ് റഹ്മഹുല്ലാഹ് തന്റെ മുടിയെടുത്തപ്പോൾ ആ പണി ചെയ്ത ബാർബർക്ക് 1000 സ്വർണ്ണ നാണയം കയ്യിൽ ഒരു കിഴി വെച്ചു കൊടുത്തു. 1000 സ്വർണ്ണ നാണയം. ഇത് കിട്ടിയപ്പോ ആ ബാർബർ പണി ചെയ്ത സഹോദരന്, അദ്ദേഹത്തിന് അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല. 1000 ഒരു ദീനാറ് പോലും തലമുണ്ഡനം ചെയ്യുന്ന ഒരു നേരത്തെ പണിക്ക് കിട്ടാറില്ല. സ്വർണ്ണ നാണയമാണ് ദീനാർ. 1000 സ്വർണ്ണ നാണയം ഇയാളുടെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്ന് നിൽക്കണേ,
എന്റെ ഈ സന്തോഷം എന്റെ ഉമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ എന്റെ ഉമ്മയോട് ഈ സന്തോഷമെന്ന് പറയട്ടെ. സ്വന്തം ഉമ്മയോട് പറയാൻ അദ്ദേഹം ഓടാനിരിക്കുമ്പോ യസീദ് ബിൻ മുഹല്ലബ് എന്നവരെ തന്റെ ഖാദിമിനോട് പറഞ്ഞു, കൊടുക്കിൻ വേറെയും 1000 ദിർഹം വേറെയും കിട്ടി. ഉമ്മയോട് സന്തോഷം പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ എനിക്ക് ഇത്രമാത്രം? ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ? ഇത്രയും കാശ് എന്റെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ബാർബർ പണി എടുക്കുന്നില്ല, ഞാൻ നിർത്തിവെച്ചു. എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇതിൽ നിങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ജോലിക്കെടുക്കുന്നില്ല, ബാക്കി സമയം ഞാൻ അള്ളാഹുവിന്റെ ഇബാദത്തിന് സമയം കണ്ടെത്തുകയാണ്. ഇത് പറഞ്ഞപ്പോ കൊടുത്തു വേറെയും 1000. അങ്ങനെ 3000 സ്വർണ്ണ നാണയങ്ങൾ കയ്യിൽ കിട്ടിയ, മക്കയിൽ തലമുണ്ഡനം ചെയ്യാൻ നിന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം യസീദ് ബിൻ മുഹല്ലബ് എന്നവരുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ ആധാരശില എവിടെയാണെന്നറിയുമോ? ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഹബീബായ തങ്ങളോട്, നബിയെ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചപ്പോൾ ഹുനൈനിന്റെ 2 മലകൾക്കിടയിൽ അവിടെ നിർത്തിയിരുന്ന, അവിടെ മേയാൻ വിട്ടിരുന്ന ആട്ടിൻകൂട്ടങ്ങളെ കാട്ടിക്കൊടുത്തിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ 2 മലകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ മുഴുവനും നീ കൊണ്ടുപോയിക്കോ എന്ന് ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു പാവം മനുഷ്യനോട് പുണ്യനബി തങ്ങൾ ഹുനൈനിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ആ ആട്ടിൻ പറ്റത്തെ മുഴുവൻ തെളിച്ചു കൊണ്ടുപോയി തന്റെ നാട്ടുകാരോട് പോയി പറഞ്ഞത്, ജനങ്ങളെ, ആരാണ് മുഹമ്മദ് മുസ്തഫ എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ. ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന, പൈസ കൊടുത്താൽ തീരുമോ എന്ന് ചിന്തിക്കുന്ന ആളല്ല. ദാനം ചെയ്താൽ അല്ലാഹു പകരം തരും. ദാനം ചെയ്യലാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിസർച്ചിന്റെ ഫലമാണ്. മനുഷ്യൻ ദാനം ചെയ്താൽ സന്തോഷം ലഭിക്കുമത്രേ. എന്നാൽ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത് ആരാ? ലോകത്തിന്റെ ഗുരു. 2 മലകൾക്കിടയിൽ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുപോയിക്കോളൂ, അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോഴാണ് ജനങ്ങളെ, ഓടിക്കോളൂ, മക്കത്തേക്ക് പോയിക്കോളൂ. فإن محمدا يعطي عطاء من لا يخشى الفقر. ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്നവരാണ് മുഹമ്മദ് നബി, അതുകൊണ്ട് പോയിക്കോളൂ, അവിടെ നിന്ന് പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ കുറിച്ച് മേന്മ പറഞ്ഞ എത്ര ആളുകൾ. അവിടെ നിന്നുണ്ടായിരുന്നത് മുഴുവനും കൊടുത്തവരാണ്. തങ്ങൾ സമ്പാദിച്ചിട്ടില്ല ജീവിതത്തിൽ, തങ്ങളെല്ലാം നൽകുകയാണ്, കൊടുക്കുകയാണ്, ദാനമായിരുന്നു. കരീഹിൽ മുർസല. റമളാനായാൽ ഹീന യുദാരിസുഹു ജിബ്രീൽ അലൈഹിസ്സലാം. റമളാൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അതുവരെ ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ഹബീബിന്റെ കൂടെ ഓരോ ആവർത്തി ഓതിക്കൊണ്ടിരിക്കാൻ, തങ്ങളുടെ കൂടെ മുദാറസ ചെയ്യാൻ വരുന്ന സമയം ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരായിരുന്നു അത്രേ. കരീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റ് പോലെ. കാറ്റടിക്കുമ്പോ കുട്ടികൾക്കും വലിയവർക്കും, ആരൊക്കെ പുറത്തുണ്ടോ, ആരൊക്കെ അത് അനുഭവിക്കുന്നുണ്ടോ, അവർക്കെല്ലാം കുളിർമ ലഭിക്കുന്ന പോലെ മുമ്പിലുള്ള മുഴുവൻ ആളുകൾക്കും വാരിക്കോരി കൊടുത്തിരുന്ന ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുപഠിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ വരുന്നു ഒരാൾ. യാ അമീറൽ മുഅ്മിനീന ജുസീതൽ ജന്ന أكسوا بناتي وأمهن وكلنا من الزمان جنا أقسمت بالله لتفعلن.
പുണ്യ നബിയുടെ കാലം കഴിഞ്ഞ് ഖിലാഫത്തിന്റെ ഭാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും 2 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു 10 വർഷത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത നേരം യാ അമീറൽ മുഅ്മിനീന ജുസീതൽ ജന്ന, വിശ്വാസികളുടെ നേതാവായവരെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്നൊരു കവിതയായി ചൊല്ലുകയാണ്. അമീറുൽ മുഅ്മിനീനെ, ഭരണാധികാരിയെ, എന്റെ പെൺമക്കൾക്ക് വസ്ത്രമില്ല, അവരുടെ ഉമ്മക്കും, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കും എന്റെ പെൺമക്കൾക്കും, അവരെ എനിക്കുള്ളൂ, ആൺമക്കളില്ല, എന്റെ പെൺകുട്ടികൾക്കും അവരുടെ ഉമ്മക്കും അമീറുൽ മുഅ്മിനീൻ വസ്ത്രമായി എന്തെങ്കിലും എനിക്ക് നൽകണം. വകുല്ലനാ മിനസ്സമാനി ജുന്നാ, ഞങ്ങൾക്ക് നാണം മറക്കാൻ, ഞങ്ങൾക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ സഹായകമാകണമേ. അഖ്സംതു ബില്ലാഹി ലതഫ്അലന്നാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തമാശ കൊണ്ട് ചോദിച്ചു, ഞാനത് ചെയ്തില്ലെങ്കിലോ, ഞാനത് ചെയ്തില്ലെങ്കിലോ എന്ത് സംഭവിക്കും? പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലഅംലയന്നാ, നിങ്ങൾ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്നാ യൗമ തകൂനുൽ ഉഅതയാതു ജന്നാ വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്നാ ഇമ്മാ ഇലാ നാരിൻ വഇമ്മാ ജന്നാ. ഞാനങ്ങ് പോകും, എന്നാൽ ഉമറേ, നിങ്ങളോട് അല്ലാഹു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഭരണാധികാരിയായിരുന്നില്ലേ? ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നില്ലേ? ലതുസ്അലന്ന, ഉമറേ, നിങ്ങളോട് ചോദിക്കപ്പെടും. യൗമ തകൂനുൽ ഉഅതയാതുൽ ജന്നാ, അന്ന് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് കിട്ടാൻ പോകുന്നത്. വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്നാ ഇമ്മാ ഇലൻ നാരി വഇമ്മൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ 2 പ്രതിഫലത്തിന്റെ, ഒരു ശിക്ഷയുടെയും പ്രതിഫലത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ, ഉമറേ, നിങ്ങളോട് ഞങ്ങൾ ചോദിച്ച ഈ ഒരു അപേക്ഷക്ക് നിങ്ങൾ മുഖം തിരിഞ്ഞതിന് അല്ലാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ കരഞ്ഞുപോയത്. ഉമർ റളിയല്ലാഹു അൻഹു തമാശക്ക് ചോദിച്ചതായിരുന്നു അത്. പക്ഷേ മറുപടി വന്നത്, ഞങ്ങൾ അവിടെ വെച്ച് കാണാം. സത്യവിശ്വാസികൾക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ വഞ്ചിക്കുന്നവരുണ്ട്. ഈ ലോകം അങ്ങനെയാണ്. വഞ്ചന നടത്തുന്നവരുണ്ട്. പച്ചക്കള്ളം ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് അപഹരിക്കുന്നവരുണ്ടാകാം, നമ്മുടെ അവകാശം ഹനിക്കുന്നവരുണ്ടാകാം, നമുക്ക് ഹക്കായത് ലഭിക്കാതെ പോകാൻ അവസരമുണ്ടാക്കുന്നവരുണ്ടാകാം, നമ്മുടെ ന്യായം അന്യായമാണെന്ന് വാദിക്കാൻ ആളുകളുണ്ട് ഇവിടെ. എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടുന്ന, സത്യം മാത്രം വിജയിക്കുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിലെ ജഡ്ജിമാർ, അവിടെ ജഡ്ജിമാർ എന്ന് പറയാനില്ല, ഒരു ജഡ്ജേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. ഹുവൽ ഹകമുൽ അദിൽ, പരമമായ നീതി മാത്രം, നീതിമാനായ, നീതിഭദ്രമായി മാത്രം കാര്യങ്ങൾ വിധിക്കുന്ന അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ വെച്ച് കാണാമെന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയൂ. ഇവിടെ നിന്ന് നടക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം, പക്ഷേ നീതി ലഭിച്ചില്ലെങ്കിലോ? നീതി ലഭിക്കുന്ന ഒരു ഇടമുണ്ട്. അവിടെ ഒരു കൊലയാളിക്കും
ഒരാൾക്കും ഒരു വഞ്ചകനും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ മനുഷ്യൻ കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖമീസ് അഴിച്ചു കൊടുത്തിട്ട് മഹാനവരുടെ കണ്ണിന്റെ കണ്ണുനീർ താടിരോമത്തിലൂടെ ഉറ്റി വീഴുകയായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ ആ ചോദിച്ച പിതാവിന്റെ കൈകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്റെ ഖമീസ്, തന്റെ കുപ്പായം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ തരാം. കാരണം അല്ലാഹുവിന്റെ കോടതിയെ സംബന്ധിച്ച് പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടുകിടാ വിറച്ചു പോവുകയാണ്. ഒരു മുഅ്മിന്റെ സ്വഭാവം അതാണ്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ആരാ? വെറുതെ നടക്കുന്നവരാണോ? അവകാശം പറയുന്നവരാണോ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഖാലല്ലാഹു അസ്സ വജൽ എന്ന് കേട്ടാൽ, ഖാലല്ലാഹ് അല്ലാഹുവിന്റെ വചനമാണ്, ഖുർആനാണ് എന്ന് കേട്ടാൽ, പുണ്യനിബിതങ്ങളാണ് ഈ പറയുന്നത് എന്ന് കേട്ടാൽ, വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയം പേടിച്ചു പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. അല്ലാഹുവിനെ പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനയുന്നവരാണത്രേ വിശ്വാസികൾ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളുടെ നേതാവാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വസായിറു സ്വഹാബത്തി റസൂലില്ലാഹി അജ്മഈൻ. ഉമറേ ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന യൗമ തകൂനുൽ ഉഅതയാതുൽ ജന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലൻ നാരി വഇമ്മൽ ജന്ന. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പെൺമക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ഒന്നും ഉടുക്കാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ ഉമറേ എന്ന് ഞങ്ങൾ പരാതി പറയും. ഇതല്ലാതെ ഞാൻ എന്തു ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നനഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ഖമീസ് ഊരിക്കൊടുത്ത ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ദാനശീലം നമുക്കിവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു മിച്ചം വന്നാൽ, നിങ്ങളുടെ സഹായം കൊണ്ട് എന്തെങ്കിലും സാധ്യമായാൽ യതീമുകളായി വളർന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാനുള്ള തീരുമാനങ്ങളുണ്ടത്രേ. അല്ലാഹു തആല ലക്ഷ്യങ്ങളെ പൂവണിയിക്കട്ടെ. ആ മക്കൾക്ക് നല്ല മംഗല്യ സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. അതിന് സഹായം നൽകാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം. വയുത്ഇമൂന الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഇവിടെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആരുടെ ദാനത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു പൊതിച്ചോറെന്ന് നിങ്ങൾക്കറിയുമോ? ആരായിരിക്കും ആ ഭാഗ്യവാൻ? നിങ്ങളുടെ വായിലേക്ക് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ തിന്നാൻ പോകുന്ന ഈ അരിയുടെ അല്ലെങ്കിൽ ചോറിന്റെ ഭക്ഷണത്തിന്റെ അതിന്റെ കാരണക്കാരാരാണാവോ?
ആരൊക്കെയാണ് ആ ഒരു ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ സഹായികളായത്? എത്രയായിരിക്കും അവരുടെ പ്രതിഫലം എന്നറിയോ? എത്ര വലിയ കൂലിയായിരിക്കും? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. തങ്ങൾ പറയുമായിരുന്നു, ഉയർന്നു നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും മെച്ചം. ഖൈർ, the upper hand is better than the lower hand എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൊടുക്കുന്നവരാണ് നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ സംഘാടകർ. ദാനം ചെയ്യുകയാണ്, അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന, ശരീരത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ദാനം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി. അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവര് ഭക്ഷണം കൊടുക്കുന്നവരാണ്. ആർക്കൊക്കെ? മിസ്കീനൻ, പാവപ്പെട്ടവർക്ക്, വയതീമൻ, യതീമുകൾക്ക്, വഅസീറാ, ബന്ധനസ്ഥരായി കിടക്കുന്നവർ, അന്യായമായി ജയിലിൽ കിടക്കുന്നവർ, മോചനം സാധ്യമാവാതെ കിടക്കുന്ന നിരപരാധികൾ, കുറ്റം തെളിയിക്കപ്പെടാത്തവര്, എന്നാൽ ജയിലുകളിൽ കിടക്കുന്നവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടാകും. അല്ലാഹു അവർക്കൊക്കെ മോചനം നൽകട്ടെ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. നിങ്ങൾക്ക് നാം ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ലാഹ്. അല്ലാഹു നാളെ പരലോകത്തിനക്ക് പ്രതിഫലം നൽകണം എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ്. ഒരു സെൽഫിയോ, ഒരു ഫോട്ടോയോ, ഒരു സ്ക്രീൻഷോട്ടോ, അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ, ഇതൊന്നുമല്ല എന്റെ ലക്ഷ്യം. ഞാൻ നിങ്ങൾക്ക് അന്നം നൽകുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാനാണ് എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. എന്താ ശുക്കൂറ എന്ന് പറഞ്ഞ? ശുക്രൻ, താങ്ക് യു, നന്ദി എന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവർ. ഒരു നന്ദിയും വേണ്ട. നിങ്ങളാരും എന്നോട് നന്ദി ചെയ്യേണ്ടതില്ല. നിങ്ങളാരും അതിന് പകരം നിങ്ങൾ എനിക്ക് തിരിച്ചുപകാരവും ചെയ്തു തരേണ്ടതില്ല. ഇതിനെല്ലാം നൽകാൻ കഴിയുന്നവനായ അല്ലാഹു തന്നാൽ മതി. നിങ്ങൾ നന്ദി ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. വിശ്വാസികൾ they are always righteous. വിശ്വാസികൾ നന്മ ചെയ്യും, അത് അവരും പടച്ചവനെ അറിയുള്ളൂ. ഈ വിശ്വാസമില്ലാത്തവർ സെൽഫ് റൈറ്റിയസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് ഇന്നലെ അവിടെ കൊടുത്തു, ഇവിടെ എത്ര കൊടുത്തു, അവിടെ അത്ര കൊടുക്കാറുണ്ട്, ഇവിടെ എത്ര കൊടുക്കാറുണ്ട്. സെൽഫ് റൈറ്റിയസ് ആവാൻ പാടില്ലെന്നാണ്. റൈറ്റിയസ് ആവണം, നന്മ ചെയ്യുന്നവരാവുക, അമല് സ്വാലിഹാത്ത് ചെയ്യും. എന്തിന്? ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി. സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു കാലമാണ്. അങ്ങാടികളിൽ കച്ചവടങ്ങളില്ല, കച്ചവടക്കാർ പ്രയാസത്തിൽ. വലിയ വലിയ മാളുകളിൽ കച്ചവടങ്ങൾ യഥേഷ്ടം നടക്കുന്നു. നമ്മുടെ അങ്ങാടികൾ, കൊച്ചു കൊച്ചു കവലകൾ, നമ്മുടെ കൊച്ചു കൊച്ചു അങ്ങാടികൾ, കൊച്ചു ടൗണുകൾ, കച്ചവടമില്ല. വാടക കൂടിക്കൊണ്ടിരിക്കുന്നു, കസ്റ്റമർ വരുന്നില്ല, വരുന്നവർക്ക് വേണ്ട വിധം സാധനം കൊടുക്കാൻ പറ്റുന്നില്ല, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടങ്ങളിലുമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണേ, അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന സമ്പത്ത് അയാൾക്ക് മാത്രമുള്ളതല്ല. പുണ്യനബി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുമുള്ള ആളുകൾക്കുള്ളതാണ്. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആവശ്യം കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ ബാക്കി വരുന്നത് എന്തിനെന്നറിയോ? അതെടുത്ത് നിങ്ങൾ കടിച്ചു പൊളിക്കാനുള്ളതല്ല. പിന്നെയോ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും ഫക്കീർ മിസ്കീന്മാരുണ്ടോ? അവരെ പരിരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവർക്കുള്ളതാണ്. അവരുടെ സമ്പത്തിൽ അവരുടെ സമ്പത്തുകളിൽ അറിയപ്പെട്ട അവകാശമുണ്ട് പാവപ്പെട്ടവർക്ക്. വിശുദ്ധ ഖുർആന്റെ ഭാഷ്യമാണത്.
പാവപ്പെട്ടവന്റെ അവകാശം മുതലാളിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്നാണ്. ഒരിക്കലും അന്നം കിട്ടാതെ ലോകത്താരും പട്ടിണി കിടന്ന് മരിക്കേണ്ടതില്ല. എല്ലാവർക്കും അല്ലാഹു ഇവിടെ ഭക്ഷണം തന്നിട്ടുണ്ട്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചതാണ്. പക്ഷേ നിങ്ങളിലെ മുതലാളിമാർ, പിശുക്കന്മാരായ മുതലാളിമാർ, അത് കൈയടക്കി വെച്ചിരിക്കുമ്പോ പലർക്കും കിട്ടേണ്ട അവകാശം അയാളുടെ കയ്യിൽ കിടന്ന് നശിച്ചു പോവുകയാണ് എന്നല്ലാതെ അല്ലാഹു റിസ്ക് ഇറക്കാത്തത് കൊണ്ടല്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ വലിയ മനോഹരമായ ഒരു വീക്ഷണമാണത്. ഒരാളും അന്നം കിട്ടാതെ ഇവിടെ മരിച്ചു പോകുന്നില്ലെന്നാണ്. അന്നം ഓരോ മനുഷ്യനും ആവശ്യമായത്. ഓരോ ജന്മം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴും അതിനാവശ്യമായ പ്രൊഡക്ഷൻ ലോകത്ത് കൂടുന്നുണ്ട്. നമ്മൾ വിചാരിച്ച അങ്ങനെ ആയിരുന്നില്ല. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ഞാനൊക്കെ സോഷ്യോളജി പഠിക്കുന്ന കാലം അന്ന് യൂണിവേഴ്സിറ്റിയിലെ വലിയ ചർച്ച അതായിരുന്നു. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടക്കാൻ പോവാണ്. 1998 അന്ന് വലിയൊരു ചർച്ചാ വിഷയം അതാ. ലോകത്ത് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചു പോയാൽ ഇവിടെ പാടങ്ങൾ കുറവാണ്, കൃഷിയിടങ്ങൾ കുറവാണ്, ആളുകളുടെ എണ്ണം തിന്നാൻ ആളുകൾ കൂടുന്നു, ഭക്ഷണം ഇവിടെ കുറയാണ്. സംഭവിച്ചത് അങ്ങനെയാണോ? അതിനുശേഷം ഒരു പക്ഷേ 10-20 കൊല്ലം കഴിഞ്ഞു. ആ കൊല്ലത്തിനിടക്ക് ഭക്ഷണം പ്രൊഡക്ഷൻ കൂടുകയല്ലേ ചെയ്തത്? ഭക്ഷണം കൂടി. മനുഷ്യൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു. ചൈനക്കാരെ വിചാരിച്ചു സന്താന നിയന്ത്രണം ചെയ്താൽ ലോകത്ത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നു. പക്ഷെ ബോധ്യപ്പെട്ടു ആ സന്താന നിയന്ത്രണം ചെയ്തതോടുകൂടെ 2-3 തലമുറകളെ രാജ്യത്തിന് നഷ്ടമായി. ഇനി പ്രവർത്തിക്കാൻ കുറെ വേഷന്മാരെ ഇനി ഉണ്ടാവുള്ളൂ. അടുത്തൊരു തലമുറക്ക് വേണ്ട യുവ തലമുറ ഇല്ല. കാരണം സന്താന നിയന്ത്രണമുണ്ടായി, മക്കളില്ലാത്തവരുണ്ടായി, ഉള്ളവർ തന്നെ ഒരു കുഞ്ഞ് മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് വലിയ ഒരു കറ്റാസ്ട്രോഫി ആ രാജ്യത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അല്ലാഹു മനുഷ്യന് ജന്മം നൽകുന്നതോട് അല്ലാഹു ഭൂമിയിൽ ജീവൻ നൽകിയവരുണ്ടെങ്കിൽ, പടച്ചവൻ ജീവൻ നൽകിയ ഓരോ മനുഷ്യനും ആവശ്യമായ ഭക്ഷണവും അവരുടെ റിസ്ക്കും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ സ്നേഹിക്കുന്നവരാകണം, മനുഷ്യർ മനുഷ്യരോട് കരുണ കാണിക്കുന്നവരാകണം. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം നിലനിൽപ്പാണ്, ഭക്ഷണമാണ്, ശുദ്ധവെള്ളമാണ്, വായുവാണ്. ഒരുപക്ഷെ ഭക്ഷണവും വെള്ളവുമില്ലാതെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും. വായു 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടി മരിച്ചു പോകും, അല്ലേ? അതുകൊണ്ട് തന്നെ ഡാമുകൾക്ക് തടയിടാൻ ചില ഗവൺമെന്റുകൾക്ക് കഴിയും. ഭക്ഷണങ്ങളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടുകൾ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ നിർത്തിവെക്കാൻ പറ്റും. നേരെ മറിച്ച് ഓക്സിജൻ എന്ന അല്ലാഹു സംവിധാനിച്ച വായുവിനെ കൺട്രോൾ ചെയ്യാൻ ഒരാളെയും അല്ലാഹു അനുവദിച്ചില്ല. കാരണം അതൊരു സെക്കൻഡ്, 1 മിനിറ്റ് അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ശ്വാസം മുട്ടി മരിച്ചേനെ. അതുകൊണ്ട് ഒരു രാജ്യത്തിനും ബൗണ്ടറി വെക്കാൻ കഴിയാത്ത വിധം അല്ലാഹു ഓക്സിജൻ സപ്ലൈ അൺലിമിറ്റഡ് ആയി കൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠങ്ങളില്ലയോ? മനുഷ്യന് ചിന്തിക്കാൻ ഇടമില്ലയോ ഇവിടെയൊക്കെ? അതുകൊണ്ട് ഏറ്റവും നല്ല സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് പോലും മനുഷ്യനെ സേവിക്കലാണ്, മനുഷ്യനെ മനുഷ്യനായി കാണലാണ്, മനുഷ്യനിലെ നന്മയെ പരിപോഷിപ്പിക്കലാണ്, മനുഷ്യനിലെ മൃഗീയ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യലാണ്. മനുഷ്യൻ മൃഗമായി അധപ്പതിക്കരുത്. മനുഷ്യൻ സംസ്കാരമുള്ളവനാണ്. മനുഷ്യൻ സംസ്കാരം ലോകത്ത് പ്രചരിപ്പിക്കേണ്ടവനാണ്. ആ സംസ്കാരം സെലിബ്രേറ്റ് ചെയ്യേണ്ടവരാണ്. അതിനു പകരം തിന്മകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പേരുള്ള മനുഷ്യൻ, ദ ഹ്യൂമൻ, ദ മാൻ അല്ലെങ്കിൽ ദ മാൻകൈൻഡ്സ് എന്നർത്ഥമുള്ള സൂറയാണ് സൂറത്തുൽ ഇൻസാൻ. മനുഷ്യൻ എന്നാണ് ആ സൂറന്റെ പേര് തന്നെ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. അല്ലാഹു മനുഷ്യൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ, സൂറയിൽ ആദ്യം പറയുന്ന ആയത്ത് എത്ര മനോഹരമാണ് നോക്കൂ. മനുഷ്യനോട് അല്ലാഹു ആദ്യമായി സംവദിക്കുന്ന ആയത്ത് എന്തായത്? ഏ മനുഷ്യ, ഹൽ അതാ അലൽ ഇൻസാൻ,
നിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം നീ ഓർക്കുന്നുണ്ടോ? ഹീനും മിനദ് ദഹർ, there was a time ലം യകുൻ ശൈഅൻ മദ്കൂറ, you were not a thing to be mentioned. പറയപ്പെടാൻ മാത്രം ഒരു വസ്തു പോലുമല്ലാതെ നീ നിന്റെ ഉമ്മയുടെ ഉദരത്തിലേക്ക് നിന്റെ ജന്മം ആരംഭിക്കുന്ന കാലം എന്തായിരുന്നു നീ ഓർത്തിട്ടുണ്ടോ? ഒക്കെ ഒരു നല്ല ചോദ്യം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ടതേ വിശ്വസിക്കൂ. കാണാൻ മാത്രം നിന്റെ കണ്ണിന് എത്രയാ പവറുള്ളത്? അത് ആലോചിച്ച് നോക്കണ്ടേ. കണ്ണിന്റെ പവർ എത്രയാ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോടിക്കണക്കിന് സാധനം. ഇനി പോകട്ടെ, ഈ പ്രപഞ്ചത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നാ കണ്ടെത്തിയത് നാസക്കാരന്റെ കണക്ക്. നാസയിലെ സയന്റിസ്റ്റുകളുടെ കണക്ക് പ്രകാരം there are stars in the universe the number of sand grains on the beaches of the earth. ഭൂമിയിലെ ബീച്ചുകളിൽ മുഴുവനുള്ള മണൽത്തരികളുടെ എണ്ണത്തിന് എത്ര? ബീച്ചുകളായ ബീച്ചുകൾ, വർക്കല ബീച്ച് മാത്രമല്ല, ലോക ഭൂമിയിലുള്ള എല്ലാ ബീച്ചുകളും, അവിടെയൊക്കെ എത്ര മണൽത്തരികളുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു, അതൊക്കെ നമ്മൾ കണ്ടെത്തിയ സാധനങ്ങളാണ്. ഇതെല്ലാം കാണാത്ത ലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്ററുകളായി കിടക്കുന്നത് 94%. 94% പ്രപഞ്ചത്തിൽ കിടക്കുന്ന സാധനങ്ങൾ ടോട്ടലി അൺസീൻ. നമ്മൾ കണ്ടത് വെറും 6% മാത്രമേ ഉള്ളൂ അത്രേ. ഈ പറയുന്ന ലോകം എന്ന് പറയുന്ന ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള, ബില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് എന്ന് പറയുന്ന പ്രപഞ്ചം മനുഷ്യന് കാണാൻ പറ്റുന്ന 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% മനുഷ്യന് കാണാൻ കഴിയാതെ കിടക്കുന്ന ലോകമാണ്. എന്നിട്ട് പറയാം, എനിക്ക് പടച്ചോനെ കാണണം. അല്ലാഹു ഫൗഖ ഖൽഖി ഫൗഖ സബ്ഇ സമാവാത്. നിന്റെ കണ്ണെന്ന് പറയുന്ന 2 ചെറിയ ഐബോളുകൾക്ക് കാണാൻ മാത്രം അള്ളാഹു നിന്റെ മുമ്പിൽ ചെറുതാവണം എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? അല്ലേ? അള്ളാഹുവിന്റെ അളമത്തിനെയും മഹത്വത്തെയും ഇടിച്ചു താഴ്ത്തിയിട്ട് നിന്റെ 2 കൊച്ചു കണ്ണ്, അതങ്ങ് ഷുഗർ വന്ന് അടിച്ചു പോകുന്ന സാധനമാ. അതിന്റെ മുമ്പിൽ പടച്ചവൻ പ്രത്യക്ഷപ്പെടണമെന്ന് എങ്ങനെയുണ്ട് ചോദ്യം? ആ ചോദ്യം അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ചോദ്യമല്ലേ? You want Allah to shrink into little being. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന സാധനമായിട്ട് അങ്ങ് ചെറുതായി വരണം എന്നാണോ ഈ പറയുന്നത്? അതുകൊണ്ട് മൂസ നബിയെ, എന്റെ പരിശുദ്ധമായ ദാത്തിനെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണുക സാധ്യമല്ല. ആ ദാത്തിന്റെ ഒരു പ്രകാശസ്ഫുരണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, فانظر إلى الجبل فإن استقر مكانه فسوف تراني. സീനാ പർവ്വതത്തിനടുത്തുള്ള ജബലുദ്ദക്കയിലേക്ക് ചൂണ്ടിയിട്ട് ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ മൂസ നബിയെ. എന്റെ ദാത്തല്ല, റബ്ബിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ തജല്ലിയുടെ ഒരു ചെറിയൊരംശം, ആ പ്രകാശം വന്നു ചേർന്ന സ്ഥലം പോലും കാണാൻ മൂസ നബിക്ക് കഴിയാതെ ഫഖറ മൂസ സ്വഇഖാ, ആ പർവ്വതം കിടുകിടാ വിറക്കുകയും മൂസ നബി ബോധരഹിതരായി വീണുപോവുകയും ചെയ്തുവല്ലോ. അങ്ങനെയെങ്കിൽ ആ തജല്ലി നേരിട്ട് എങ്ങനെ കാണും? ആ തജല്ലി മറ്റൊന്നിന്റെ മേൽ, ഒരു പർവ്വതത്തിന്റെ മേൽ റിഫ്ലക്ട് ചെയ്തപ്പോ ആ റിഫ്ലക്ഷൻ പോലും കാണാതെ فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ തജല്ലി എങ്ങനെ കാണും? അത് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാന്റെ ദാത്തിനെ ഇവിടെ വെച്ച് എങ്ങനെ കാണും? അത് റബ്ബ് കാണിച്ചു തരും. വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നാളെ ചില മുഖങ്ങൾക്ക് പ്രകാശമാണ്, ശോഭയുണ്ട്. നാളെ ചില മുഖങ്ങൾക്ക് തെളിച്ചമുണ്ട്. നാളെ ചില മുഖങ്ങൾ അതിസുന്ദരമാണ്. കാരണം ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കുമ്പോൾ, ആ റബ്ബിന്റെ ദാത്ത് കാണാൻ നാളെ അവസരമുണ്ടാകുമ്പോൾ മുഖങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിച്ചമുണ്ട്. വജൂഹു യൗമഇദിൻ നാദിറ. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ്. ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോടെ
ഇവിടെ ഭൂമിന്റെ മോനെ നിനക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും, വെറുതെ ഞാനിവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എന്തിനാ അതൊക്കെ അല്ല മോനെ, നിന്റെ കൈയൊക്കെ നിനക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കണത്, കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിനക്ക് ഒരു പക്ഷെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്ത് നീന്തി തുടിക്കാൻ പറ്റുന്ന കുളങ്ങള്, പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം, ഫുട്ബോൾ കോർട്ടുകള്, ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ കോർട്ടുകള്, എന്തൊക്കെ കളറുകളും നിറങ്ങളുമുള്ള കുന്നുകളും മലകളും സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ബോധി വെപ്പിക്കുന്നത് ചോദിച്ചാൽ, അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഖിറത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴേ അതൊക്കെ ഉണ്ടോ? ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് തോന്നിയത് അതായിരിക്കണം, ഇനി വലിയൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ജനിച്ചു വീണപ്പോ എന്നാ പിന്നെ ഇനി ഉമ്മയുടെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? പറ്റില്ല. എന്ന പോലെ ആഖിറത്തിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ ഒരിക്കലും എനിക്കൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുക പോലുമില്ലെന്നാണ്. ഇതുപോലെ just like a baby wouldn't want to go back into the womb of a mother, അതുപോലെയാണ് ഈ ലോകവും നാളത്തെ പരലോകവും കിടക്കുന്ന ബന്ധമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വന്നവരാണ് നമ്മളൊക്കെ, മനുഷ്യരാണ്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഈ ലോകത്ത് മാതൃപിതൃ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, സൗഹൃദ ബന്ധങ്ങളെ നന്മയുടെ കരടിൽ ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. മനുഷ്യന് ഉണ്ടാക്കണം, സമ്പത്ത് വേണം, ഇനിയും വേണം, ഇനിയും വേണമെന്ന ആ ഒരു ആർത്തിയിൽ എല്ലാം മറന്നുപോയി സമ്പത്തിനെ മാത്രം ആരാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നിടത്ത് ശ്രദ്ധിക്കണേ, നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ പിന്തിരിയുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. തങ്ങളുടെ എത്താറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ മജ്ലിസ് ഇവിടെ നമ്മുടെ പെർമിഷൻ ടൈം നമുക്ക് സർപ്പാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ കാര്യവും അതിൻ്റെ നിയമപാലകർക്ക് പ്രയാസം ഉണ്ടാവരുത്. ആരെങ്കിലും ഇടപെടുമ്പോൾ അതിനുവേണ്ടി വാക്കുകൊടുത്ത കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന സമയത്ത് ഞങ്ങൾ പരിപാടി കൺക്ലൂഡ് ചെയ്യും എന്ന് പറയുന്നത് ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ മജ്ലിസ് കൂടെ ഇവിടെ നടക്കണം. അത് മനോഹരമായി നമ്മൾ ഇതിലൊക്കെ പങ്കുകൊള്ളണം. അതിനിടയ്ക്ക് ഭക്ഷണ വിതരണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ വോളണ്ടിയർമാർ, ആണുങ്ങളും പെണ്ണുങ്ങളുമായ നമ്മുടെ വോളണ്ടിയേഴ്സ്, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹു നൽകട്ടെ. നമ്മളൊക്കെ അതിനെ മനസ്സുകൊണ്ട് കൂടെ നിൽക്കുക. അള്ളാഹു നമുക്കും അവൻ്റെ ദീനിന് സേവനം ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അർശിനെ താങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ 8 മലക്കുകളുണ്ട്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. ആ 8 മാലാഖമാരിൽ 4 മാലാഖമാർ ചൊല്ലുന്നത് ഒരു ദിക്റാണ്, മറ്റ് 4 മാലാഖമാർ ചൊല്ലുന്നത് മറ്റൊരു ദിക്റാണ്. ഇത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ജീവികളും പക്ഷികളും സർവചരാചരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും വാഴ്ത്തിക്കുള്ള ദൂരം ബില്യൺ കണക്കിന്, പ്രകാശവർക്കുള്ള ദൂരം ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ, അങ്ങനെ കിടക്കുന്ന ബില്യൺ കണക്കിന് ഗാലക്സികള്, ഇതെല്ലാം നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവന്നാൽ വലിയൊരു മരുഭൂമിയെ കൂടെ സങ്കല്പിക്കുക. ആ മരുഭൂമിയുടെ നടുവിൽ ഒരു വളയുണ്ട്, ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്. വിശാലമായ മരുഭൂമി,
കണ്ണെത്താ ദൂരം കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ എവിടെയോ ഒരു ചെറിയ ഒരു ഹലഖ, ഒരു റിങ്. ആ റിങ്ങും ആ മരുഭൂമിയുടെ വലിപ്പവും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ആ ചെറിയ റിങ്ങാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസി. റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണെത്താ ദൂരം നിൽക്കുന്ന മരുഭൂമിയാണ് അത്രേ അള്ളാഹുവിന്റെ കുർസി. ഇനി ആ കണ്ണെത്താ ദൂരമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന റിങ് തന്നെ സങ്കല്പിക്കൂ. ആ റിങ്ങാണ് അള്ളാഹിന്റെ കുർസിയെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അർശിനെ താങ്ങി നിൽക്കുന്നത് ഭീമാകാരന്മാരായ അള്ളാഹുവിന്റെ 8 മലക്കുകളാണ്. അതിൽ 4 മലക്കുകൾ ചൊല്ലുന്നു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അലാ അഫ്വിക ബഅദ ഖുദ്റതിക. പടച്ചവനെ നീ ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ്, ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നവനാണ്. എന്നിട്ടുകൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുവല്ലോ, അതുകൊണ്ട് നിനക്കാണ് സ്തുതി. അല്ലാഹ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. അടുത്ത 4 മലക്കുകൾ ചൊല്ലുന്നത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, നിനക്കാണ് സർവസ്തുതിയും. ലക്കൽ ഹംദു അലാ ഹിൽമിക. പടച്ചവനെ നീ എത്ര സഹനമുള്ളവനാണ്. എന്തൊക്കെയാ നിന്റെ സൃഷ്ടികൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പടച്ച മനുഷ്യർ, ശ്വാസം നിന്നാൽ ജീവനറ്റു പോകുന്ന മനുഷ്യൻ, ഉറങ്ങിക്കിടന്നാൽ എണീക്കുമോ എന്ന ധൈര്യമില്ലാത്ത മനുഷ്യൻ, എന്തൊക്കെയാ നിന്നെ കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാണ് നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത്, എന്തൊക്കെയാ നിന്റെ ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത്. നിന്റെ സഹനം അപാരമാണ് റബ്ബേ. നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക്, ഒരു ചിന്ത ഒരു മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴേക്കും അതറിയാൻ കഴിയുന്ന റബ്ബേ ബഅദ ഇൽമിക്. അത് നിനക്കറിയുമല്ലോ. എന്നിട്ട് പോലും അവരെ പെട്ടെന്ന് നശിപ്പിക്കാതെ, അവിടെ വെച്ചവരെ തീർത്തുകളയാതെ ജീവിക്കാൻ ഇനിയും അവസരം നൽകുന്ന, തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്ന വിധം ക്ഷമയുള്ള റബ്ബേ, നിന്റെ ക്ഷമക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന അർശിനെ ചുമക്കുന്ന വേറെ 4 മലക്കുകളും അല്ലാഹുവിനുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചൊല്ലി നോക്കൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. 4 മലക്കുകൾ അതാ അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നുവല്ലോ റബ്ബേ. അവിടെ നമ്മൾ മാപ്പ് കൊടുക്കുക മനുഷ്യർക്ക്. നമ്മോട് തെറ്റ് ചെയ്തവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മോട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാൾ മറക്കാൻ കഴിയാത്ത വിധം നിരുപാധികം അല്ലാഹുവിനെ ഓർത്ത് മാപ്പ് കൊടുക്കുക. അടുത്തൊരു കൂട്ടം മലക്കുകൾ അല്ലാഹുവിന്റെ ഈ അർശിനെ താങ്ങുന്ന മറ്റു 4 മലക്കുകൾ ചൊല്ലുന്നതും ഇങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. ചൊല്ലിക്കോളൂ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ഒന്ന് ഹിൽമ്, മറ്റേത് ഇൽമ്. ലക്കൽ ഹംദു അലാ ഹിൽമിക ബഅദ ഇൽമിക. ആദ്യം പറയുന്ന മലക്കുകൾ ലക്കൽ ഹംദു അലാ അഫ്വിക ബഅദ ഖുദ്റതിക. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. ഇവിടെ പറയുന്നു റബ്ബേ നീ എത്ര ക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ശുദ്ധ ഖുർആനിന്റെ സൂറകളിൽ ഒരു ചെറിയ സൂറയാണല്ലോ സൂറത്തുൽ അസ്ർ. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ കാലം ജീവിച്ചു തീർത്തുപോകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ്. ഈ കാലം തീർത്തുപോയി ആയുസ് തീർന്നു പോകുന്ന ഈ മനുഷ്യൻ നഷ്ടത്തിലാണ്. നഷ്ടമില്ലാത്തവർ 4 കർമ്മങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ്. ഇല്ലല്ലദീന ആമനു
ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്തി ആ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവർ, വഅമിലുസ് സ്വാലിഹാത്ത് സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, വതവാസൗ ബിൽ ഹഖ് സത്യം എവിടെയോ സത്യമേ നമ്മൾ കേൾക്കാവൂ, സത്യമേ സ്വീകരിക്കാവൂ, സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ. നമ്മൾ നിൽക്കുന്ന നമ്മുടെ ന്യായമോ നമ്മുടെ വാദമോ സത്യമല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം. സത്യത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നവർ, വതവാസൗ ബിസ്സബ്ർ ക്ഷമിക്കണം എന്ന് പരസ്പരം പറയുന്നവർ, ക്ഷമ പരസ്പരം ഉപദേശിക്കുന്നവർ, സത്യമേ കൊണ്ടു നടക്കാവൂ എന്ന് പരസ്പരം ഉപദേശിക്കുന്നവർ. രണ്ട് ഉപദേശമാ പറഞ്ഞു, ഒന്ന് സത്യം, ഒന്ന് ക്ഷമ, പിന്നെ രണ്ട് കർമ്മ, ഒന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, മറ്റൊന്ന് ഖൽബിൽ ഈമാനുള്ളവർ. ഇവരല്ലാതെ മറ്റു സർവ്വ ആയുസ്സ് തീർത്തു പോകുന്ന മനുഷ്യനും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഒരു കൊച്ചു സൂറയിൽ അല്ലാഹു അവതരിപ്പിച്ചതാണ് സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالحق وتواصوا بالصبر. അല്ലാഹു നമ്മെ ഹക്കിന്റെയും സബ്റിന്റെയും ഈമാനിന്റെയും അമലു സ്വാലിഹാത്തിന്റെയും അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. പുണ്യനബി തങ്ങൾ വിഭാവനം ചെയ്ത നന്മയുടെ പരസ്പരം ചേർത്തു പിടിക്കുന്ന, സ്നേഹിക്കുന്ന, മനുഷ്യന്റെ മഹത്വം കാണിച്ച് മനുഷ്യനെ ആദരിക്കുന്ന ആ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പുണ്യനബിയുടെ ആശയങ്ങളുടെ വക്താക്കളായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രയോക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നമ്മുടെ നന്മകൾ പടച്ചവനെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാവട്ടെ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവിനെ നാളെ കണ്ടുമുട്ടുന്ന ജന്നത്തുൽ ഫിർദൗസാണ്. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്, അവിടേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ആ ലക്ഷ്യത്തിൽ തളരാതെ, മടിപിടിക്കാതെ നമ്മുടെ 5 നേരത്തെ നിസ്കാരവും, മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാടുകളും, നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളും, നാടിനോടും രാജ്യത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയും ജീവനോളം കാത്തു സൂക്ഷിച്ച് ഒരു നല്ല നാളെയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉമ്മത്തിനെ വാർത്തെടുക്കാൻ കഴിയുന്നവരായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ നീ ഖൈറും സലാമത്തും ബറക്കത്തും ആഫിയത്തും നാളെയും, നാളെ ഖബറിലും, നാളെ അത് കഴിഞ്ഞ് മഹ്ശറയിലും അള്ളാഹുവേ നാളെ നിന്നെ കാണുന്ന നാളിലും അതിന് പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രൗഢമായ സദസ്സിൽ ഹൃദയങ്ങൾക്ക് കുളിർമ നൽകുകയും ശ്രവണപടങ്ങളിൽ വൈജ്ഞാനികമായ അറിവ് നുകർന്നുകൊണ്ട് ഹൃദയങ്ങളെയും മസ്തിഷ്കങ്ങളെയും ഇലാഹി ചിന്തകളിലേക്ക് എത്തിച്ച ബഹുമാന്യനും ആദരണീയനുമായ പണ്ഡിതൻ, യുവപണ്ഡിതൻ സിംസാറുൽ ഹഖ് ഹുദവിക്ക് കരുവ മുസ്ലിം ജമാഅത്തിന്റെ നടുവിലച്ചേരി വാർഡ് ഈ സംഘടിപ്പിക്കപ്പെട്ട സ്വലാത്ത് കമ്മിറ്റിയുടെയും ജമാഅത്ത് ഓരോ അംഗങ്ങളുടെയും ഹൃദയംഗമായ നന്ദി ആശംസകൾ നേരുകയാണ്. അല്ലാഹു ബഹുമാനപ്പെട്ടവരുടെ ഇൽമിലും ബഹുമാനപ്പെട്ടവരുടെ ആയുസ്സിലും ജീവിതത്തിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അടുത്തതായി ഉദ്ബോധന പ്രസംഗം നടത്തുവാൻ വേണ്ടി താഹ സഅദ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, 10ാമത്തെ സ്വലാത്ത് വാർഷികമാണ് നടുവിലച്ചേരി നടന്നത്. ഇനി 11ാമത്തെ സ്വലാത്ത് വാർഷികം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് തരികയാണെങ്കിൽ അടുത്ത ഒരു തലമുറ ഇത് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിച്ചു.
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നപ്പോൾ ഒരു സഹോദരൻ എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. മജീദ് സാഹിബ്, ഇത്രയും കടന്ന് ഓടുന്നു, ഇത്രയൊക്കെ ചെയ്യുന്നു, എന്താണ് ഈ ജനം തിരിച്ചു പറയുന്നത് എന്നെനിക്കൊരു ചോദ്യം ചോദിച്ചു. അന്നേരം ഞാൻ ആ വ്യക്തിയായിരിക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ സുബൈ നിസ്കാരം മുടങ്ങാത്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾ എന്നെ പറ്റി തിരിച്ചു പറയൂ? പറയത്തില്ല. പറയുന്ന കാര്യങ്ങൾ, എനിക്കെതിരായിട്ട് പറയുന്ന വിഷയങ്ങൾ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കപട വിശ്വാസിയല്ല. ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിനകത്ത് മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ഒരു സംഘടനയെപ്പെട്ട ആളല്ല. ഞാൻ ഒരു EK-കാരനല്ല, ഞാനൊരു AP-കാരനല്ല, ഞാനൊരു ദക്ഷക്കാരനല്ല. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയ സംഘടനകളുണ്ട്, അതിനകത്തൊന്നും മെമ്പർഷിപ്പുള്ള ഒരു വ്യക്തിയല്ല. 10 പേരിൽ നിന്ന് സംസാരിക്കുമ്പോൾ 11ാമതൊരാൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആ വേദി 10 പേരും യഥാർത്ഥോട്ട് എനിക്കെതിരായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായി ഒരു സംഘടനക്കാരനല്ലാത്തോണ്ടാണ് പൂർണ്ണമായി എനിക്ക് അനുകൂലമായി പറയാത്തത്. അൽഹംദുലില്ലാഹ്, ഇത്രയും നാളെ എല്ലാ പരിപാലന കമ്മിറ്റിയിലും കരുവ മുസ്ലിം ജമാഅത്തിലും ഇവിടെയും ഞാന് അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വിശ്വാസത്തിനെ വിട്ട് നിൽക്കുന്ന വ്യക്തിയല്ല. ഒരു പുത്തൻ ചിന്താഗതിക്കാരനോ ഒരു ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദുകാരനോ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി എതിരായിട്ട് പറയുകയോ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അവന്റെ ആശയം നടപ്പിലാക്കാനാണ് നമുക്ക് വിശ്വസിക്കപ്പെടാം. യഥാർത്ഥമായി ആശയം നടപ്പിലാക്കുന്ന എന്തുകൊണ്ട്? അവന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയാണ്. അവന്റെ സുന്നത്ത് ജമാഅത്തിന് എതിരായിട്ടുള്ള ഭാഗം ജയിക്കാൻ വേണ്ടിയാണ് തരത്തിന്. ഈ സുന്നത്ത് ജമാഅത്തുകാർ തന്നെ നമുക്കെതിരായിട്ട് നിൽക്കുന്നതിനകത്ത് ഏറ്റവും വലിയൊരു പ്രയാസമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നമ്പരം. ഈ കരുവ മുസ്ലിം ജമാഅത്തില് ഇവിടെ ഈ പരിപാടി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ വന്നു എന്നാ നിങ്ങൾ ആലോചിക്കേണ്ടത്. 2 മാസം തകർത്ത് പ്രവർത്തിച്ചു. ഇതിന്റെ സംഘാടകര് ശരിക്ക് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? അതിന്റെ പുറകിൽ ഒത്തിരി കഥകളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പരിപാടി ചുമ്മാ നടക്കില്ല, ഒരിടത്തും നടക്കത്തില്ല. കരുവ മുസ്ലിം ജമാഅത്തിൽ നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല. ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. നിങ്ങളൊരാൾ മതപണ്ഡിതന് 1, 2, 3 പേര് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെക്സ് വെപ്പാണ്. ഫ്ലെക്സ് വെക്കുമ്പോൾ തന്നെ തുടങ്ങും ഇബ്ലീസിന്റെ പണി. പ്രവർത്തനം അവിടെ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്കാരുടെ വിഷയം. അൽഹംദുലില്ലാഹ്, എല്ലാ വിഷയങ്ങളും അവര് തന്നെ എടുത്തിട്ട് കൂലി എറിഞ്ഞോരിക്കും, തുപ്പിയോരിക്കും, ഇനി തുപ്പാനിരിക്കുന്നവരിക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഈ തെറ്റുകൾ ചെയ്തത് മൊത്തം പൊറുക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നടുവലച്ചേരിയിൽ അൽഹംദുലില്ലാഹ് ഇതിന് നേതൃത്വം കൊടുക്കാൻ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു അമലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി തഹ സഹദി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته.